ജാംനഗറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഈ ഇടയ്ക്കിടയ്ക്ക് പള്ളുരുത്തിയിൽ നിന്ന് ജാംനഗറിലേക്ക് പോകുന്നതാണോ അതോ ജാംനഗറിലാണോ താമസം? ഇല്ല, ഞാൻ ഇടയ്ക്ക് ജാംനഗറിൽ മക്കളുടെ അടുത്തേക്ക് വരുന്നത്. അവിടെ ഞാൻ ഇടയ്ക്ക് ഇവിടെ തന്നെയാണല്ലോ. ഇടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് വിളിക്കാറില്ലേ, മറ്റേ അല്ല, രണ്ട് ഭാഗത്ത് രണ്ടിടത്തുനിന്നും വിളിക്കാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. മനൂപരത്തുള്ളപ്പോഴും ഞാൻ ഇവിടെ നിന്ന് വിളിക്കാറുണ്ട്. ശരി, ഉണ്ട്. ഞാൻ നേരത്തെ ജാംനഗറിൽ നിന്ന് വിളിക്കുന്നതും പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുന്നതും താങ്കളുടെ സ്വദേശം പള്ളുരുത്തി എന്നറിയാം, അതുകൊണ്ട് ചോദിച്ചു. ശരി, അപ്പൊ അതുപോട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട് അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മുനമ്പം വിഷയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മറ്റേ ഗവൺമെന്റ് ഇരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ വേണ്ടവണ്ണം ധരിപ്പിച്ചിട്ട് മുൻപത്തെ ഗവൺമെന്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ സതീശൻ വക്കീലിന് നല്ല എന്തെങ്കിലും പറയും. അദ്ദേഹം പക്ഷെ സതീശൻ ഒരു നല്ല ലോ എക്സ്പെർട്ടും കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന, എല്ലാവരും സതീശൻ വക്കീൽ എന്നാ വിളിച്ചത്, സാധാരണ ഒരാളല്ല. അപ്പൊ അന്ന് അവിടെ ഇരിക്കുമ്പോ അദ്ദേഹം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇടതുമുന്നണിയുടെ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല? അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനായിട്ട് അത് ചെയ്തില്ല എന്നാണ് എന്റെ തോന്നല്. അത് കഴിഞ്ഞ് ഇപ്പൊ പ്രശ്നം വേറെന്തോ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അത്ര ലീഗൽ എക്സ്പെർട്ട് ഇല്ല, എനിക്ക് ലോ വശങ്ങളും ഇതില്ല. അല്ല, അദ്ദേഹം പറയുന്നത് ഈ ഉമീദ് എന്ന് പറയുന്ന പോർട്ടൽ എന്ന് പറയുന്നത് വഖഫിന്റെ ഭൂമിയൊക്കെ അതിലാണ് ഉൾപ്പെടുത്തുന്നത്. അതിൽ ഉൾപ്പെടുത്തിയാൽ സതീശന്റെ ഒരു ചോദ്യം, അതിൽ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായും അത് വഖഫ് ഭൂമിയായി മാറുകയും അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരായി മാറുകയും ചെയ്യില്ലേ, അത് ഒരു പാരയാണെന്ന് പറയുന്നു. എന്നാൽ തിരിച്ച് പറയുന്നത് അങ്ങനെയല്ല, ഉമീദിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനില്ല, അതൊരു രജിസ്ട്രേഷൻ അല്ല, അതിൽ ഉൾപ്പെടുത്തലാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ വഖഫ് ഭൂമിയായിട്ട് തന്നെ തുടരുന്നോ, അതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നോ, എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കിപ്പോഴും മനസ്സിലായില്ല. പറയുന്നത് ഇത് ഉള്ളതുകൊണ്ട് അങ്ങനെ ഉൾപ്പെടുത്തുന്നതിൽ ചില പാരയാണ്, കഴിഞ്ഞ സർക്കാർ മനഃപൂർവ്വം ചെയ്താണെന്നാണ് മുഖ്യമന്ത്രി. ആ സമയത്ത് അദ്ദേഹത്തിന് വിളിച്ചു പറയായിരുന്നില്ലേ, ഇതേ പാര വെക്കുന്നു, മുൻപത്തുള്ളവരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ലത്തീൻ സമുദായം അവരാണല്ലോ കൂടുതൽ അവിടെ ഉള്ളത്. അത് അന്നേരം വിളിച്ചു പറയാതെ ഇപ്പൊ അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് പഴയവും പാര വെച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കുള്ള ഒരു ന്യൂനപക്ഷത്തിനെ മാത്രമല്ല എല്ലാവരും കയ്യിലെടുക്കുകയുള്ളൂ. അതല്ലാത്തവരിപ്പോ ലത്തീൻ സമുദായം എന്ന് പറഞ്ഞാൽ കാല് കൊണ്ട് തൊഴിച്ച് തെറിപ്പിച്ചാലും പിന്നെയും കോൺഗ്രസിന് പേര് വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സമുദായം, ഞാനും അതിൽ ഉൾപ്പെട്ട ആളാണ്, എനിക്കത് പറയുന്നതിന് ഒരു മടിയില്ല. അതുകൊണ്ട് സതീശൻ വക്കീൽ പറയുന്നത് അദ്ദേഹം യാഥാർത്ഥ്യമാക്കണം. ആ കാര്യത്തിൽ BJP ആയിട്ട് ചോദിച്ചാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ എന്നും എറണാകുളത്തുകാരും, ഞാനും എഴുത്തുകാരൻ തന്നെയാണ്, ജില്ലക്കാരൻ തന്നെ, ഇപ്പൊ ജാമ്നഗറിൽ താമസിക്കുന്നുണ്ടെങ്കിലും അവരെന്നും കവിതകളായിട്ടിരിക്കില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇപ്പോഴത്തെ അന്നത്തെ വാക്കും ഇപ്പോഴത്തെ വാക്കും, അതിൽ രണ്ടഭിപ്രായം ഉയരുന്നുണ്ട്, അതിൽ താങ്കൾക്ക് ഏത് ഭാഗത്താണ് ന്യായം എന്നാണ് തോന്നുന്നത്? ശ്രീ KG കുമാർ കേൾക്കാമോ? ശ്രീ KG കുമാർ. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ ഗിരിജയാണ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഗിരിജ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കാര്യത്തിൽ? നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ പറഞ്ഞ വാക്കുകളും അതിൽ ശരിയുടേതാണോ, അതോ അതൊരു ആത്മാർത്ഥമായ വാക്കാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ തൽക്കാലം പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കഴിയില്ല, അതിനുള്ള ജാമ്യമെടുപ്പാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അത് കറക്റ്റ് ആയിട്ട് ചെയ്യുമെന്നാണെങ്കിലും, പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. 10 വർഷം കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ കേറി 10 ദിവസമായില്ല, നിങ്ങൾ അത് ചെയ്യാത്ത എന്താ, പൈസ കൊടുക്കാത്ത എന്താ, 1000 രൂപ കൊടുക്കാത്ത എന്താ, ഇതെല്ലാം ഈ ചോദിക്കുന്ന ആൾക്കാർ 10 വർഷമൊന്നും ഇവര് മിണ്ടിയില്ലല്ലോ ഇതൊന്നും. അപ്പൊ നല്ലൊരു മുഖ്യമന്ത്രിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ആത്മാർത്ഥമായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 10 മിനിറ്റ് കൊണ്ട് മീറ്റൊക്കെ നടത്തണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് നടത്തണമെന്ന് വിചാരിച്ച പറ്റില്ല. അത് നമുക്കറിയാവുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞത് നമ്മളാരുമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇത്. അതല്ല, അത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞത് എന്ന് വെച്ചിട്ട് ഇതിന്റെ നിയമം ഇത് വെച്ച് കുറച്ച് നീണ്ടു പോണ കാര്യങ്ങളല്ലല്ലോ, പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെന്നുള്ളത് പുള്ളി ഒരു ഇച്ചിരി ഇതായിട്ട് അങ്ങ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് 10 മിനിറ്റ് തീർക്കാം അന്നങ്ങനെ പറഞ്ഞു. പക്ഷെ ഇതിനിപ്പോ പറഞ്ഞു ഇപ്പൊ 2 സ്ഥലത്തും നടക്കുകയല്ലേ ഈ സ്ഥലത്തിന്റെ. അല്ല, നമ്മൾ ആ വിഷയത്തിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. നമ്മൾ ആളുകൾക്ക് 2 തരം ചർച്ച ഉള്ളതുകൊണ്ട് ആ ചർച്ചയ്ക്ക് അവസരം, അല്ലാതെ നമ്മൾ അത് പുള്ളി പറഞ്ഞത് തെറ്റാണെന്നോ ശരിയാണെന്നോ നമ്മൾ പറയുന്നില്ല.
ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിനെ എനിക്കറിയാം. നമുക്ക് ഇപ്പൊ ഇത്രയും കാലത്തെ പരിചയമുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം എടുത്ത പല കാര്യങ്ങളും ഇപ്പൊ കത്രിക വയറ്റി പോയി അവർക്കൊരു ജോലി കൊടുത്തു. ഇപ്പൊ ഇതേ ഹോസ്പിറ്റല് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് മുരളീധരൻ എല്ലാം ഭംഗിയായിട്ട് നടത്താൻ പോകുന്നു. മിടുക്കന്മാരായ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ ഇപ്പൊ ഇതില് മന്ത്രിസഭയിലും MLA ഒക്കെ ആയിട്ട് വന്നേക്കണേ. നമ്മൾ പ്രതീക്ഷിക്കണം. അതല്ലാതെ ചുമ്മാ ഒരു ഭരണം അങ്ങ് വരുമ്പോഴത്തേക്കും പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ പോയി സമരം ഉണ്ടാക്കി ഇവർ സമരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിടുന്നതിലൊന്നും ഒരു കാര്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.